നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവരിപ്പോഴും ലൈലയും മജ്നുവിനെ പോലെയാ. അതാരാ ഈ ലൈലയും മജ്നു? അയൽവക്കക്കാരൻ? അതൊന്നും അല്ലെന്നേ, ആ അറബി കഥയിലെ പ്രണയ ജോഡികള്. ഓ, അവര് നമ്മുടെ ലൈല മജ്നുമാര്. അവരെ പോലെയാണോ ഇവര്? സംശയം എന്ത്? ഇന്ദ്രജയുടെ അനുജത്തി മാധുരി തട്ടിപ്പോയതില് ഏറ്റവും കൂടുതൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നത് ഇവളാ, ആ നന്ദിനി. അതെനിക്കറിയാം. അക്കാര്യം പ്രത്യേകിച്ചൊന്നും പറയണ്ട. എന്റെ അനിയത്തിയെ കൊന്നത് ഇവളും അവനും കൂടിയാ, അതിനൊരു സംശയവും വേണ്ട. ആ കഥ എനിക്കും അറിയാം. അങ്ങനെ മാധുരിയെ ഇവര് രണ്ടുപേരും ചേർന്ന് കൊല്ലണമെങ്കില് അതിന്റെ അർത്ഥം എന്താ? നന്ദിനിക്കും ജയറാമിനും ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കണം, അത് തന്നെ കാര്യം. അത് അവര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡ് ഞാൻ തകർക്കും. അവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഈ ഇന്ദ്രജ അവസരം കൊടുക്കില്ല. അവന് മാത്രമല്ല, അവളെ ഞാൻ ജയിലിലേക്ക് അയക്കും. അയക്കണം. ചെമ്പകമംഗലത്തുനിന്ന് ഈ രണ്ടെണ്ണം പോയി തുടങ്ങിയാലേ എനിക്കൊരു സമാധാന സ്വസ്ഥതയുണ്ടാവും. ഇത് മാത്രമല്ല സാവിത്രി, ഇവൻ ഈ ജയറാം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആവാൻ പോവുക. സാവിത്രിയുടെ ശത്രു. അത് മനസ്സിലായില്ലേ? അവൻ ഇവിടെ പറ്റിക്കൂടിയിരിക്കുന്നതും ഇവിടെ പലരെയും കയ്യിലെടുക്കാൻ നോക്കുന്നതും വേറെ ലക്ഷ്യത്തിനാ. എന്ത് ലക്ഷ്യം? കാർത്തിക്കിന് രാജലക്ഷ്മി അമ്മ കൊടുത്ത ഇഷ്ടദാന ആധാരത്തിന് മേൽ ജയറാമൻ കത്രിക പോട്ടിടും. ജഗദീഷിനെയും കൂട്ടുപിടിച്ച് ഇവൻ സിവിൽ കോർട്ടിൽ പോവും. രാജലക്ഷ്മി അമ്മ കൂടി എസ് മൂളിയാല് ഇഷ്ടദാന ആധാരം സ്വാഹ. അങ്ങനെയൊക്കെ സംഭവിക്കൂ? സംഭവിക്കാം. ഈ ശാന്തമായ ഭാവത്തിലൊന്നും നടക്കുന്നവനല്ല സാക്ഷാത് ജയറാമൻ. ഇവനും ജഗദീഷും കൂടി കൂടിയാലേ സാവിത്രി ഔട്ട്. അതിനി എന്ത് ചെയ്യും ഇന്ദ്രജ? അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടെത്തിത്തരാം. സാവിത്രി എന്റെ കൂടെ നിന്നാ മാത്രം മതി. അക്കാര്യം ഞാൻ നടപ്പാക്കി തരാം. ഇപ്പൊ തന്നെ അതിനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ഒത്തുവന്നിരിക്കുക. അതുകൊണ്ട് ആദ്യം പറ, ഈ പൂജയുടെ ചടങ്ങുകളൊക്കെ എങ്ങനെയാ? ക്ഷേത്രത്തിലെ പൂജകളാണോ? അതെ. പൂജ ചെയ്യുന്ന സ്ത്രീയുടെ കയ്യില് 3 നാളികേരം വേണം. അവളാ നാളികേരവുമായി ക്ഷേത്രത്തിന് 3 വട്ടം വലം വെക്കണം. എന്നിട്ട് സകല പാപങ്ങളും ക്ഷമിക്കാൻ പ്രാർത്ഥിച്ച് നടക്കരികിലുള്ള കല്ലില് നാളികേരം എറിഞ്ഞുടയ്ക്കണം. നാളികേരം എറിഞ്ഞുടയ്ക്കണം? അതെ. നന്ദിനിയുടെ ജീവിതം കൂടി അങ്ങ് ഉടഞ്ഞു പൊടിഞ്ഞു തീർന്നാലോ? സാവിത്രി, ഇന്ദ്രജിക്ക് കനിവും കാരുണ്യവും ഒക്കെ ഉണ്ട്. അത് എന്നെ സ്നേഹിക്കുന്നവരോട് മാത്രം. അല്ലാത്തവരോട് എനിക്ക് യാതൊരു ദയയുമില്ല. നീതിയും നിയമവും മാനുഷിക മൂല്യവും തകർക്കപ്പെടുന്ന ഒരു ലോകമാണിത്. തെറ്റു മാത്രമുള്ള ഒരു ലോകത്ത് തെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. പൂജാ ദിവസം നന്ദിനിയുടെ അവസാന ദിവസമായിരിക്കും. കുറിച്ചു വെച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.